തൊപ്പിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമറാണ് സായി പോപ്പി. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടൊക്കെ എങ്ങനെയാണ്? സായി പോപ്പി മാത്രമല്ല, സായി പോപ്പിൻ്റെ കാര്യം പറയുമ്പം ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാര്യം കൂടി പറയണം. ഇവർ സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രോപ്പർ ഗെയിമേഴ്സ് എന്ന് പറയേണ്ടത്. ഞാൻ ഗെയിമർ കം സ്ട്രീമർ കം എൻ്റർടൈനർ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി എന്നെ പിടിക്കാൻ പറ്റും. ഗെയിമർ, പ്രോപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഇവരെന്നെല്ലാം പറഞ്ഞാൽ ഗെയിമിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം മാത്രം കളിച്ചിട്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പല കോമാളിത്തരങ്ങളും പല ഡാൻസ് കളി, പാട്ടുപാടൽ, മറ്റേ പുറത്ത് പോക്ക്, അയ്യാറിൽ അത് അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കളിക്കും. അങ്ങനെയാണ് ഇവരെന്ന് പറഞ്ഞാൽ ഗെയിം മാത്രം കളിച്ചിട്ട് സ്കില്ല് വെച്ച് ആൾക്കാരെ കൂട്ടിയ രണ്ട് ആൾക്കാരാണ് ഗെയിമേഴ്സ്. പിന്നെ വേറെ കുറേ ഗെയിമേഴ്സ് വളരെ കുറവാണല്ലേ, ഗെയിമേഴ്സ് വളരെ കുറവാണല്ലേ. ഞാനെപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്, മീൻസ് ഇപ്പോൾ ഒരു സിംഗറിനെക്കാളും അല്ലെങ്കിൽ ഒരു ആക്ടറിനെക്കാളും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് അൺലിമിറ്റഡാ. ഇത് എത്രത്തോളം നമുക്ക് ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ടൈം, എത്രത്തോളം ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റവന്യൂ ഉണ്ടാക്കാം. വാച്ച് അവേഴ്സ് ഒന്നും മാറ്റർ അല്ല, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വാച്ച് ഹവേഴ്സ് മാറ്ററാണ്. അതെല്ലാം ഓരോ കോൺട്രാക്ട് പോലെയാണ്.